ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐഎം അച്ചീവറിൻ്റെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രചാരണത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് കലാകാരൻ ലൂക്ക് ജെറം തയ്യാറാക്കിയ ചാന്ദ്ര മാതൃകയുടെ പേരെന്താണ്? മ്യൂസിയം ഓഫ് ദ മൂൺ. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് കലാകാരനായ ലൂക്ക് ജെറം തയ്യാറാക്കിയ ചാന്ദ്ര മാതൃകയുടെ പേരാണ് മ്യൂസിയം ഓഫ് ദ മൂൺ. ചന്ദ്രന്റെ യഥാർത്ഥ ചിത്രങ്ങൾ കൂട്ടിയിണക്കി ഉണ്ടാക്കിയ ഈ മാതൃകയ്ക്ക് 3 നില കെട്ടിടത്തിന്റെ ഉയരവും 7 മീറ്റർ വ്യാസവുമാണ് ഉള്ളത്. തിരുവനന്തപുരം കനകക്കുന്നിലാണ് ഇത് പ്രദർശിപ്പിച്ചത്. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന വ്യക്തി ആരാണ്? രേവന്ത് റെഡ്ഡി. രേവന്ത് റെഡ്ഡിയാണ് തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന വ്യക്തി. ഭട്ടി വിക്രമാർഗ ഉപമുഖ്യമന്ത്രിയാകും. പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള കേരളീയ ആയുർവേദ ചികിത്സകൾ OP രോഗികൾക്കും ലഭ്യമാക്കാനായി തുടങ്ങുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആയുർ കർമ്മ. ആയുർ കർമ്മ എന്ന പദ്ധതിയാണ് പഞ്ചകർമ്മ ചികിത്സ ഉൾപ്പെടെയുള്ള കേരളീയ ആയുർവേദ ചികിത്സകൾ OP രോഗികൾക്കും ലഭ്യമാക്കാനായി തുടങ്ങുന്ന പദ്ധതി. വൻകിട കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് CSR ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ തുക ലഭിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയാണ് വൻകിട കമ്പനികളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട് CSR ഫണ്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ തുക ലഭിച്ച സംസ്ഥാനം. 3657 കോടി രൂപയാണ് മഹാരാഷ്ട്രയ്ക്ക് ലഭിച്ചത്. കർണാടക, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിറകിൽ. 2013 കമ്പനി നിയമത്തിലെ 135 വകുപ്പ് പ്രകാരമാണ് വൻകിട കമ്പനികൾ അവരുടെ 3 വർഷത്തെ ശരാശരി അറ്റാദായത്തിന്റെ 2% തുക CSR പദ്ധതികൾക്കായി ചെലവാക്കേണ്ടത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? കൊൽക്കത്ത. കൊൽക്കത്ത നഗരമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. തുടർച്ചയായ 3-ാം വർഷമാണ് കൊൽക്കത്ത ഈ നേട്ടം കരസ്ഥമാക്കുന്നത്. പൂനെ, ഹൈദരാബാദ് എന്നീ നഗരങ്ങളാണ് തൊട്ടുപിറകിൽ. ഗ്ലോബൽ ക്രെഡിറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യ ലോകത്തിലെ എത്രാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്? 5-ാമത്തെ. ഗ്ലോബൽ ക്രെഡിറ്റ് ഔട്ട്ലുക്ക് റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഇന്ത്യ ലോകത്തിലെ 5-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. അമേരിക്ക, ചൈന, ജർമ്മനി, ജപ്പാൻ എന്നിവയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ. നിലവിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $3.73 ലക്ഷം കോടി ഡോളറിൻ്റെതാണ്. 2028 ഇത് $5 ലക്ഷം കോടി ആകും. 2030 ഇന്ത്യ ലോകത്തിലെ 3-ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. 2023 സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ ഫീമെയിൽ പുരസ്കാരം ലഭിച്ച ഇന്ത്യക്കാരി ആരാണ്? നിത M. അംബാനി. നിത M. അംബാനിക്കാണ് 2023 സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ ഫീമെയിൽ പുരസ്കാരം ലഭിച്ചത്. റിലയൻസ് ഗ്രൂപ്പ് ഉടമ മുകേഷ് അംബാനിയുടെ ഭാര്യയാണ് നിത M. അംബാനി. സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന മികച്ച കോർപ്പറേറ്റിനുള്ള അവാർഡ് റിലയൻസ് ഫൗണ്ടേഷനും ലഭിച്ചു. ലോകത്തെ ഏറ്റവും വലിയ 4-ാമത്തെ ഇൻഷുറൻസ് കമ്പനി എന്ന ബഹുമതി കരസ്ഥമാക്കിയ ഇന്ത്യൻ കമ്പനി ഏതാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC. ഇന്ത്യയുടെ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ 4-ാമത്തെ ഇൻഷുറൻസ് കമ്പനി എന്ന ബഹുമതി കരസ്ഥമാക്കിയ കമ്പനി. ഗ്ലോബൽ കാർബൺ പ്രൊജക്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ആഗോള കാർബൺ ബഹിർഗമനത്തിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയാണ് ഗ്ലോബൽ കാർബൺ പ്രൊജക്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം 2022 ആഗോള കാർബൺ ബഹിർഗമനത്തിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യം. ആഗോളതലത്തിൽ പുറന്തള്ളുന്ന കാർബണിന്റെ 8% ഇന്ത്യയിൽ നിന്നാണ്. ചൈനയും അമേരിക്കയുമാണ് ആദ്യ 2 സ്ഥാനങ്ങളിൽ.
1963 പുറത്തിറങ്ങിയ ഏത് ബംഗാളി ചലച്ചിത്രമാണ് 29ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചത്? ദേയ നേയ. 1963 പുറത്തിറങ്ങിയ ബംഗാളി ചിത്രമായ ദേയ നേയ എന്ന ചിത്രമാണ് 29ാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിച്ചത്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്ന സുഡാനിയൻ ചിത്രം ഏതാണ്? ഗുഡ് ബൈ ജൂലിയ. ഗുഡ് ബൈ ജൂലിയ എന്ന സുഡാനിയൻ ചിത്രമാണ് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രമായി പ്രദർശിപ്പിക്കുന്നത്. മുഹമ്മദ് കൊർദോഫാനിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. കാൻ ചലച്ചിത്രമേളയിൽ ഫ്രീഡം അവാർഡ് നേടിയ ചിത്രമാണ് ഗുഡ് ബൈ ജൂലിയ. ഇന്ത്യ ആദ്യമായി ആതിഥേയരാകുന്ന 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ബംഗളൂരു. ബംഗളൂരുവിൽ വെച്ചാണ് ഇന്ത്യ ആദ്യമായി ആതിഥേയരാകുന്ന 2023 ലോക ക്ലബ്ബ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 6 പ്രമുഖ ക്ലബ്ബുകളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ് ക്ലബ്ബാണ്. ഇന്ത്യൻ വോളിബോൾ ലീഗായ പ്രൈം വോളിയിലെ ജേതാക്കളാണ് അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ്. 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? അമേരിക്ക. അമേരിക്കയിൽ വെച്ചാണ് 2024 48ാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. അറ്റ്ലാന്റയിലെ മെഴ്സഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ 2024 ജൂൺ 20 ഉദ്ഘാടന മത്സരം നടക്കും. ജൂലൈ 14 മയാമി ഗാർഡൻസിലാണ് ഫൈനൽ മത്സരം. ആകെ 4 ഗ്രൂപ്പുകളിലായി 16 ടീമുകൾ 23 മത്സരങ്ങളാണ് കളിക്കുന്നത്. 1916 ആദ്യ കോപ്പ അമേരിക്ക മത്സരം നടന്നത്. അർജന്റീനയാണ് നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കൾ. ഡിസംബർ 5 മുതൽ 16 വരെ പുരുഷ ജൂനിയർ ലോക ഹോക്കി ടൂർണമെന്റ് നടക്കുന്നത് എവിടെ വെച്ചാണ്? കോലാലംപൂർ. മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചാണ് ഡിസംബർ 5 മുതൽ 16 വരെ പുരുഷ ജൂനിയർ ലോക ഹോക്കി ടൂർണമെന്റ് നടക്കുന്നത്. അർജന്റീനയാണ് നിലവിലെ പുരുഷ ജൂനിയർ ലോക ഹോക്കി ജേതാക്കൾ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ ഏത് പേടകത്തെയാണ് ISRO ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്നും തിരികെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്? പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേടകത്തെയാണ് ISRO ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്നും തിരികെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ലാൻഡറും റോവറും അടങ്ങുന്ന പേടകത്തെ ചന്ദ്രോപരിതലത്തിന് 150 കിലോമീറ്റർ അടുത്ത് എത്തിച്ചത് പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ്. പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രികളിലും നടപ്പിലാക്കിയ അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? മാതൃയാനം. മാതൃയാനം എന്ന പദ്ധതിയാണ് പ്രസവം നടക്കുന്ന എല്ലാ സർക്കാർ ആശുപത്രികളിലും നടപ്പിലാക്കിയ അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന പദ്ധതി. 2023 ഡിസംബറിൽ 50ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കാംകോ. കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ. 2023 ഡിസംബറിൽ 50ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കാംകോ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ. സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ പെൺകുട്ടികളുടെ ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയാണ് സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ പെൺകുട്ടികളുടെ ക്രിക്കറ്റിൽ ചാമ്പ്യന്മാരായ ജില്ല. ഫൈനലിൽ വയനാടിനെയാണ് തൃശ്ശൂർ തോൽപ്പിച്ചത്. ATP ടെന്നീസ് റാങ്കിങ്ങിൽ 8ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ടെന്നീസ് താരം ആരാണ്? നൊവാക് ദ്യോക്കോവിച്ച്. സെർബിയയുടെ നൊവാക് ദ്യോക്കോവിച്ച് ആണ് ATP ടെന്നീസ് റാങ്കിങ്ങിൽ 8ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ടെന്നീസ് താരം.
ഏത് ഇന്ത്യൻ ചക്രവർത്തിയുടെ നാവികസേനയുടെ തോൾമുദ്രയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ തോൾമുദ്രയായി സ്വീകരിച്ചത്? ഛത്രപതി ശിവജി മഹാരാജ്. ഇന്ത്യൻ ചക്രവർത്തിയായ ഛത്രപതി ശിവജി മഹാരാജിന്റെ നാവികസേനയുടെ തോൾമുദ്രയാണ് ഇന്ത്യൻ നാവികസേനയുടെ പുതിയ തോൾമുദ്രയായി സ്വീകരിച്ചത്. നാവികസേനയുടെ പതാകയിലെ ബ്രിട്ടീഷ് പടക്കപ്പൽ സെന്റ് ജോർജിന്റെ മുദ്രയ്ക്ക് പകരം ഛത്രപതി ശിവജിയുടെ പതാകയുടെ ചിഹ്നം ആലേഖനം ചെയ്യുവാൻ 2023 സെപ്റ്റംബറിൽ തീരുമാനിച്ചിരുന്നു. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ഏത് പ്രമുഖ ആശുപത്രി ശൃംഖലയ്ക്കെതിരെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അന്വേഷണം നടത്തുന്നത്? അപ്പോളോ ഹോസ്പിറ്റൽസ്. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പ്രമുഖ ആശുപത്രി ശൃംഖലയായ അപ്പോളോ ഹോസ്പിറ്റൽസിന് എതിരെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അന്വേഷണം നടത്തുന്നത്. ബ്രിട്ടീഷ് പത്രമായ ടെലിഗ്രാഫിൽ വന്ന വാർത്തയെ തുടർന്നാണ് ആരോഗ്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചത്. രാജസ്ഥാനിൽ അക്രമികളുടെ വെടിയേറ്റ് മരിച്ച രാഷ്ട്രീയ രജ്പുത് കർണി സേനയുടെ അധ്യക്ഷൻ ആരാണ്? സുഖ്ദേവ് സിംഗ് ഗോഗമേതി. രാജസ്ഥാനിൽ അക്രമികളുടെ വെടിയേറ്റ് മരിച്ച രാഷ്ട്രീയ രജ്പുത് കർണി സേനയുടെ അധ്യക്ഷനാണ് സുഖ്ദേവ് സിംഗ് ഗോഗമേതി. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിതയായ ആദ്യത്തെ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ആരാണ്? ക്യാപ്റ്റൻ ഗീതിക കൗൾ. ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധഭൂമിയായ സിയാച്ചിനിൽ നിയമിതയായ ആദ്യത്തെ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ. സിയാച്ചിനിൽ എത്തുന്ന രണ്ടാമത്തെ കരസേനാംഗമാണ് ഗീതിക കൗൾ. ക്യാപ്റ്റൻ ശിവ ചൗഹാനാണ് സിയാച്ചിനിൽ സേവനമനുഷ്ഠിച്ച ആദ്യത്തെ വനിതാ സൈനിക ഓഫീസർ. സിയാച്ചിനിൽ സേവനമനുഷ്ഠിച്ച ആദ്യത്തെ വനിതാ സൈനിക ഓഫീസർ ക്യാപ്റ്റൻ ശിവ ചൗഹാനും ആദ്യത്തെ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കൗളും ആണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്